കൊണ്ടുപോകണം. Hello. Hadi, apa? Kaçıncı? അപ്പം എൻ്റെ കൂട്ടുകാരോട് എല്ലാവരോടും അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ കുറേ ആയിട്ട് വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ റംസാൻ മാസം വരികയല്ലേ, നോമ്പൊക്കെ അടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവർക്കും നനച്ചുള്ളിയും അരി മല്ലിമുളകൊക്കെ പൊടിപ്പിക്കുന്ന ടൈമാണല്ലേ. ഞാനിവിടെ കുറച്ച് മല്ലിയും മുളകും പൊടിക്കാൻ വേണ്ടിയിട്ട് വറുക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ന് നനച്ചുള്ളിൻ്റെ പണികളൊക്കെ ആയിരുന്നു. ഏറെക്കുറെ പണികളൊക്കെ എടുത്തു. 2 ദിവസം അംഗനവാടിയിൽ ലീവ് എടുത്തിട്ട് ആണ്. അപ്പം നമ്മൾ മല്ലി വറുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ചൂടായ ചെരുവത്തേക്ക് നമ്മൾ മല്ലി ഇട്ടിട്ടുണ്ട്. വലിയ ചെരുവായതുകൊണ്ട് നമ്മൾ ഒറ്റയടിക്ക് തന്നെ 1.5 കിലോ മല്ലി ഇട്ടിട്ടത് വറുക്കാം. ഇത് ഒരു കൊല്ലമൊക്കെ ഉപയോഗിക്കും കേട്ടോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് ഈ നോമ്പ് ആകുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾ മുന്നെയാണ് നമ്മളെ മല്ലിപ്പൊടി കഴിഞ്ഞത് കേട്ടോ. വീട്ടിൽ വറുത്തത് തന്നെ വേണം എനിക്ക്, എന്നാലുള്ളൂ ടേസ്റ്റ് കിട്ടുക. ആ കറി നമ്മൾ മസാലപ്പൊടി ചേർത്തുകൊണ്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടല്ലോ, ഇറച്ചിക്കറിയൊക്കെ നല്ലൊരു സ്മെല്ലാണ്. ഞാൻ ഇതിൻ്റെ ആ പൊടി കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഞാൻ അതേപോലെ ഇതിലേക്ക് ഞാൻ ഒരു പാക്കറ്റ് പെരിഞ്ചീരകം നല്ല പോലെ കഴുകി ഉണക്കിയതാണ് കേട്ടോ. ഇതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ കരിവേപ്പിലയാണ് കേട്ടോ ചേർക്കാൻ പോണത്. കണ്ടോ, ഇതെടുക്ക. ഈ കരിവേപ്പില നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോവുകയാണ് കേട്ടോ. അത് കഴുകി ഞാൻ നല്ലോണം വെള്ളമൊക്കെ തോർത്ത് വെച്ചതാണ്. പിന്നെ ചിലവർ ഉലുവ ഇടും, പിന്നെ കറാമ്പൂവ് ഇടും, ഒക്കെ ഇടും കേട്ടോ. ഞാനിവിടെ ഇത് മാത്രമേ ഇടലുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് ഉലുവൻ്റെ ചുവ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇടാറില്ല. കരിവേപ്പിലയും പെരിഞ്ചീരകം ഇടും, വലിയ ജീരകം കേട്ടോ. എന്നിട്ട് നല്ല പോലെ വറുക്കട്ടോ. അപ്പം നമ്മളെ മല്ലി ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ മണം, നല്ല ആ കറിൻ്റെ സ്മെല്ല് നമ്മളെ മല്ലിയിൽ നിന്ന് തന്നെ കിട്ടും. അതാണ് നമ്മളെ കറിവിൻ്റെ പാകം കേട്ടോ. അതിന് മണമൊക്കെ വരുന്നുണ്ട്, നല്ല മണമാണ്. കറി താക്കുമ്പോൾ ഈ ഒരു സ്മെല്ല് തട്ടും. എന്താണ് അടിപൊളി മണമാണ് കേട്ടോ. നമ്മളിതിവിടെ ഇറക്കി വെക്കാനായിട്ടുണ്ട്. അപ്പം നമ്മൾ മല്ലി ഇറക്കി വെക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ പൊടിയുമ്പോഴാണ് നമ്മളെ മല്ലിൻ്റെ വേവ് ആവുക കേട്ടോ.
അതുവരെ നമ്മൾ വറുക്കണം. എന്നിട്ട് ചൂട് ഞാൻ ഇനി അംഗനവാടിക്ക് പോകുമ്പം ഇതും കൊണ്ടാണ് പോകും കേട്ടോ പൊടിക്കാൻ. ഇന്ന് നേരം വൈകി, അതുകൊണ്ട് ഇനി ഞാൻ രാവിലെ കൊണ്ടുപോകുള്ളൂ. കുഴപ്പമൊന്നുമില്ല. ഇത് പെട്ടെന്ന് നമ്മൾ ചൂടാറിനതിൻ്റെ ഒരു മീഡിയം ചൂടിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുകയാണ് നല്ലത്. നമ്മളെ സാഹചര്യം സമയത്തിൻ്റെ പരിമിതി മൂലം ഇന്ന് അങ്ങനെയാണ് കേട്ടോ സംഭവിച്ചത്. അപ്പോൾ ഇനി നാളെ കൊണ്ടുപോയി പൊടിപ്പിക്കും. ഇവിടെ വറുക്കൽ ഒന്ന് വറുത്തിട്ടേ കൊടുക്കലുള്ളൂ. അങ്ങനെ എത്തുന്ന തുടങ്ങി. അമ്മായി വെള്ളത്തിന്റെ നിൽക്കട്ടെ. അമ്മായിയെ വെള്ളത്തിന്റെ നിൽക്കട്ടെ. അമ്മായിയെ ഈ വെള്ളത്തിന്റെ ഇങ്ങോട്ട് നോക്ക്. എനിക്കിത് എടുക്കട്ടെ. വള്ളത്തിൽ മുക്കല്ലേ ഫോണിൽ. ഇതിങ്ങനെ അടിച്ചു കേട്ടോ. നീനു നിർത്തല്ലോ അമ്മായെ, നീനു നിർത്തല്ലോ. ഒന്ന് രണ്ട് ഒരു ചെറിയക്കല ഇനി നമ്മൾ കൊടുത്ത പേരല്ലേ അതിലേ ഇനി അവിടുന്ന് അവിടെ പോന്നു തിരികെ വന്നു. അതാ അതാരാ എന്താ പണി? എല്ലാരും വീഡിയോ കേട്ടോ. അമ്മന്റെ ചേർത്ത് വിട്ടൊക്കെ അമ്മായിയെ 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 അമ്മായിയെ
ആ പിന്നെ പൂവ് വന്നെടുക്കണ്ടേ? ഞാൻ ഈ ഭാഗത്തത് പൂവ് എടുക്കുക. ഈ ഭാഗത്തത് പൂവ് ഒക്കെ വിട്ടുന്നെടുക്കുന്നു. കൂട്ടുകാരെ, നമ്മളെ പൊടിക്കണ പരിപാടിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഞാൻ ആദ്യം പിന്നെ അരിയും ഒക്കെ നല്ലോണം കഴുകി വെയിലത്ത് വെച്ച് അതിൻ്റെ മുകളിലൊക്കെ ഒരു തുണിയൊക്കെ ഇട്ട് ഉണക്കി എടുത്തു മില്ല് പോയി പൊടിച്ചു കൊടുന്നു കേട്ടോ. അപ്പോൾ ആ പണിയൊക്കെ നമുക്ക് കഴിഞ്ഞ് കിട്ടിയിരുന്നു. ഇതാക്കും അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഈ നോമ്പിന് നമുക്ക് എല്ലാ അരിപ്പൊടിയാണ് ഇതന്നെ ബാക്കി കേട്ടോ. അപ്പോൾ ഇത് കൂടുതലുണ്ട്. 3 കിലോനൊക്കെയാണ് ഞാൻ പൊടിക്കൽ. ഇത് 5 കിലോ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല പൊടിയാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ അടുത്തതാണ് ഇതാ മുളക് പൊടി കേട്ടോ. നല്ലപോലെ കഴുകി, നിങ്ങൾക്ക് കഴുകണതൊക്കെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ പൊടിച്ചു കൊടുക്കുന്നത് മാത്രമേ കാണിക്കണുള്ളൂ. നല്ലോണം ഞാൻ തരിച്ചിട്ടൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ബക്കറ്റിൽ. ഇത് നമ്മളൊരു വർഷം 1.5 വർഷമൊക്കെ ഉപയോഗിക്കും. കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ മുളക്. അപ്പോൾ നമ്മൾ നല്ലപോലെ കരിയാതെ വറുത്ത മുളക് പൊടിയാണ്. ഇനി നമ്മൾ മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടി നമ്മൾ പിന്നെ നല്ലപോലെ ഉണക്കിയെടുത്ത്, കഴുകി ഉണക്കിയെടുത്ത് ഇതിലേക്ക് കരിവേപ്പില, പെരുംജീരകം ഒക്കെ നല്ലപോലെ ചേർത്ത് കഴുകി ചേർത്തതാണ് കേട്ടോ. രണ്ടും, കരിവേപ്പിലയും കഴുകി പെരുംജീരകവും കഴുകി നല്ലപോലെ നമ്മൾ വറുത്തെടുത്ത് പിന്നെ മില്ലിൽ പോയി പൊടിച്ച് കൊടുന്ന് പാത്രത്തിലാക്കി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഏലക്കായയും പിന്നെ പട്ടയും ചേർത്തിട്ടില്ല. അത് എനിക്കിഷ്ടമല്ലായിരുന്നു. ഞാൻ ഇതിലേക്ക് അത് ചേർത്തില്ല. വെറും പെരുംജീരകവും കരിവേപ്പിലയും ചേർത്തിട്ടുള്ളൂ കേട്ടോ. നല്ല പൊടിയാണ്. നമ്മൾ ആ മട്ടത്തിൽ അതിൻ്റെ പണിയൊക്കെയാണ് കഴിച്ച് വെച്ചിരിക്കുന്നത്. ഇതും നമുക്കൊരു വർഷത്തിലേറെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം എൻ്റെ ഈ പരിപാടി കഴിഞ്ഞപ്പോഴാണ് തറവാട്ടിൽ നിന്ന് ഓല വകയായിട്ട് കുറച്ച് മല്ലിമുളകും കൊണ്ട് തന്നത്. അപ്പം ഞാൻ എന്ത് കാട്ടി, അതും തന്നെ നല്ലപോലെ ഓല ഉണക്കിങ്ങാണ്ടാണ് കൊണ്ട് തന്നത് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്ത് അത് വറുത്തു. മുളക് പൊടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ കടയിൽ നിന്ന് മറ്റേ പൊടി വാങ്ങണ്ടല്ലോ, അത് നമ്മളിവിടെ വാങ്ങലുമില്ല. അപ്പോൾ ഇതിവിടെ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തറവാട്ട് തന്ന മല്ലിപ്പൊടി ഇതിൽ ഞാൻ പെരുംജീരകം, പിന്നെ കറിവേപ്പില, ഏലക്കായല്ല പട്ട, ഗ്രാമ്പു ഒരിത്തിരി ഇട്ടോ, 2-3-4 ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റും നമുക്ക് ഒന്ന് നോക്കാം, കടലക്കറിക്കൊക്കെ ഇടാലോ വിചാരിച്ചിട്ട് അത് ഞാൻ നല്ലപോലെ വറുത്ത് അതിൻ്റെ മട്ടത്തിലാക്കി കരിയാതെ പാകം നോക്കി വറുത്തിട്ടുണ്ട് കേട്ടോ. അതും ഞാൻ ഈ പാത്രത്തിലാക്കി വെച്ചേ. അപ്പം നമുക്ക് നൂലുമ്പിനില്ലേ പൊടികളുടെ പണിയാണ് കഴിഞ്ഞ് കിട്ടി. പിന്നെ നനച്ചുള്ളി ഉഷാറായിട്ട് കഴിഞ്ഞിട്ടോ. ബ്ലാങ്കറ്റും വിരിപ്പും പുതപ്പും എല്ലാം കൊണ്ട് പുഴയ്ക്ക് 2-3 നടയായിട്ടാണ് പോയി. പുഴയിൽ നിന്ന് ആ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല. അത് ഞാനിന്നെ ഒറ്റക്ക് എടുക്കണ്ടേ. അതൊരു മലയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങണ പോലെയാണ്. ഗതികേടാണ് കേട്ടോ. ത്തില്ല, പുതിയ ചാക്കിലിട്ട് ഏറ്റിങ്ങാണ്ടാണ് പോയത്. ബക്കറ്റും സോപ്പും പൊടിയൊക്കെ ആയിട്ട്. അപ്പം എന്നെക്കൊണ്ട് എടുക്കാൻ കഴിഞ്ഞില്ല. അത് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. ഏതായാലും നല്ല മട്ടത്തിൽ നോമ്പുമണിയാണ് കഴിഞ്ഞ് കിട്ടിയിരിക്കുന്നത്.
ഇനിയിപ്പോൾ ഞാൻ ലാസ്റ്റ് പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരണമെങ്കിൽ നിങ്ങളെ നിർബന്ധം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരും. ഇപ്പം ഞാൻ ഈ പൊടികളൊക്കെ പിന്നെ പത്തിരി ചൂടല്ല ചുള്ളി വറകും തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊടുന്നിട്ടിരിക്കുന്നു കേട്ടോ. ആ രംഗം കൂടി ഉണ്ട്. അല്ലാത്ത ഞാനൊന്നും കൂടുതലായിട്ട് കാണിച്ചു തരുന്നില്ല. നമുക്കിപ്പോൾ അതിൻ്റെ ഇടയിൽ അംഗൻവാടി ഒഴിവ് കലണ്ടറിൽ 3 ദിവസം നമുക്ക് കിട്ടിയതുകൊണ്ട് നല്ല മട്ടം പോലെ നമ്മളെ ഒസുവാസോലെ നോമ്പുമണി എടുക്കാനും കഴിഞ്ഞ് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പെരുന്നാളുമായിരും ഇങ്ങോട്ട് ആഘോഷിച്ച് നോമ്പുമണി കൊണ്ട് എടുത്തു റാത്തായിപ്പോട്ടോ. ആ അപ്പം റംസാൻ മാസത്തിന് നമ്മൾ വരവേൽക്കാൻ വേണ്ടി നമുക്ക് പഠിച്ച റബ്ബ് 30 നോറ്റ് വീട്ടാനില്ല ആരോഗ്യം പിന്നെ ആഫിയത്തും ദീർഘായുസ്സും ഒക്കെ തരട്ടെ പഠിച്ചവനെ നമുക്ക് എല്ലാവർക്കും കേട്ടോ. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും പിന്നെ എൻ്റെ ഒരുപാട് നന്ദി ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ ചെയ്തു തന്ന ഉപകാരം ഞാൻ വളരെയേറെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. എൻ്റെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ നന്മ നിറഞ്ഞ ആ മനസ്സോടുകൂടി നിങ്ങളെ പിന്നെ ഞാൻ ഒറ്റ വാക്ക് തന്നെ പറയണം, ഒന്ന് സബ്സ്ക്രൈബാണ് ചെയ്തോളി കേട്ടോ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും നമ്മൾ വീണ്ടും പിന്നെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.